മൂന്നുകാരനായ അഫാൻ അയാൾ പോലീസിനോട് പറഞ്ഞത് ഞാൻ 6 കൊലപാതകം നടത്തിയിട്ടാണ് ഈ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നതെന്നാണ്. ആ കൊലപാതകങ്ങൾ എവിടെ നടത്തി എന്നും അഫാൻ പോലീസിനോട് പറഞ്ഞു. പേരുമലയിൽ 3 പേരെയും ചുള്ളാളത്ത് 2 പേരെയും പാങ്ങോട് ഒരാളെയും കൊലപ്പെടുത്തി. അങ്ങനെ 6 പേരെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന് നൽകിയ മൊഴി. തുടർന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പി സ്ഥലത്തെത്തി ഇയാളെ ചോദ്യം ചെയ്തു. ഉടൻ തന്നെ പോലീസ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തി. അതിൽ 5 പേര് മരണം ഏതാണ്ട് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ പാങ്ങോട് ഒരു 88 വയസ്സുള്ള വൃദ്ധയാണ് മരിച്ചത്. അവർ ഈ അഫാന്റെ മുത്തശ്ശിയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തലക്കടിയേറ്റ നിലയിലാണ് മരണം സ്ഥിരീകരിക്കുന്നത്. പേരുമലയിൽ ചുള്ളാളത്ത് 2 പേരുടെ മരണവും കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ മരിച്ചവരെല്ലാം അഫാന്റെ അടുത്ത ബന്ധുക്കളാണ്. അതായത് മുത്തശ്ശി, അമ്മ, സഹോദരൻ അടക്കമുള്ളവരുണ്ട്. ഇതിനൊപ്പം തന്നെ പെൺസുഹൃത്തും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. 6 പേര് പ്രാദേശിക ലേഖകൻ നമ്മോടൊപ്പം ഉണ്ട്. സജാദ്, ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 6 പേരെ അഫാൻ എന്ന് പറയുന്ന 23 വയസ്സിൽ മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ കൊന്നുകളഞ്ഞിരിക്കുന്നു എന്നാണ് വിവരം. എന്താണ് ഈ കൊലപാതകത്തിന്റെ പ്രേരണ? എന്താണ് പോലീസ് പറയുന്നത്? കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. 23 വയസ്സുള്ള അഫാൻ എന്ന ചെറുപ്പക്കാരൻ ഇപ്പോ വെഞ്ഞാറൂർ പോലീസ് എത്തി പറയുന്നു താൻ 6 പേരെ കൊന്നു. അതിൽ 3 പേര് പേരുമല സ്വദേശികളാണ്, 2 പേര് ചുള്ളാളം സ്വദേശികളാണ്, ഒരാൾ പാങ്ങോട് സ്വദേശിയാണ്. അങ്ങനെ 6 പേരെ കൊന്നു എന്ന അവകാശവാദവുമായി ഈ യുവാവ് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് ഇപ്പോൾ വിവരം പോലീസ് അറിയുന്നത്. അങ്ങനെ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിൽ 88 വയസ്സുള്ള പാങ്ങോട് സ്വദേശിയായി വൃദ്ധയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തലക്കടിയേറ്റാണ് വൃദ്ധയുടെ മരണമെന്നാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2 പേരുടെ മരണം ചുള്ളാളത്തുള്ള 2 പേര്, ചുള്ളാളം എസ് എൻ പുരത്തുള്ള സജാദെ, ഈ അഫാന്റെ മാതാവ്, സഹോദരി, അമ്മൂമ്മ തുടങ്ങിയ ആളുകളെ ആണ് കൊലപ്പെടുത്തിയത്. അതായത് സ്വന്തം കുടുംബത്തിലുള്ള ആളുകളെയാണ് ഈ അഫാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയതല്ലേ? കൂടുതൽ വിവരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇയാൾ പറയുന്ന അവകാശവാദം പോലീസ് എത്രത്തോളം ശരിയെന്ന് നോക്കും. എന്തായാലും ഇപ്പോൾ 2 പേരുടെ മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എസ് എൻ പുരം, ചുള്ളാളം എസ് എൻ പുരം, അതായത് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചുള്ളാളം എസ് എൻ പുരത്ത് 2 പേരെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ള വിവരം അവിടുത്തെ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ചുള്ളാളത്തുള്ള 2 പേരെയും പാങ്ങോടുള്ള ഒരാളും ഉൾപ്പെടെ 3 പേരുടെ മരണമാണ് ഇപ്പോൾ ഏകദേശം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 3 പേര് ഈ പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ സ്ഥലവാസികളാണ്. 3 പേര് അതിൽ ബന്ധുക്കളുണ്ടോ, സഹോദരിയുടെ മരണവും ഉണ്ടെന്നുള്ള ഒരു പോലീസ് ഒരു വാദം പറയുന്നുണ്ട്. എത്രത്തോളം എന്നുള്ളത് ഇപ്പൊ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തുന്നേ ഉള്ളൂ. സജാദ്, എന്നിട്ട് വിവരങ്ങൾ അറിയിക്കൂ. അനന്തൻ ബന്ധുക്കളെയും പെൺസുഹൃത്തിനെയും അടക്കം കൊലപ്പെടുത്തി എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിൽ 3 മരണം ഇതിനോടകം തന്നെ പോലീസ് കൺഫേം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അനന്തന്റെ കയ്യിലുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ്? അഭിലാഷ്, അനൗദ്യോഗികമായി 5 മരണങ്ങളാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അതിൽ 3 മരണം ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതിൽ ഒരാൾ അഫാന്റെ മുത്തശ്ശിയാണ്. അത് പാങ്ങോട് ഉള്ള 88 വയസ്സുള്ള സ്ത്രീയാണ്. പിന്നീട് മരണപ്പെട്ടത് അഫാന്റെ ഉമ്മയും സഹോദരനുമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. ഒരു യുവാവ് സ്വന്തം കുടുംബത്തിലുള്ള 5 പേരെയും പെൺസുഹൃത്തിനെയും ആക്രമിച്ചു, കൊലപാതകപ്പെടുത്തി എന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ആ കൊലപാതകങ്ങൾ നടത്തി എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ റൂറൽ പോലീസിനെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് അല്പസമയം മുമ്പ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. പോലീസ് അക്ഷരാർത്ഥത്തിൽ പരക്കം പായുകയാണെന്ന് പറയാം. 3 സ്ഥലങ്ങളിലാണ് ഇയാൾ ഈ കൊലപാതകം നടത്തിയെന്ന്. ഒന്ന്, ഇതിന്റെ മോട്ടീവ്; 2, മോഡസ് ഓപ്പറാൻഡി. എങ്ങനെ എല്ലാവരെയും ഒരേ തരത്തിൽ അടിച്ചാണോ കൊന്നിട്ടുള്ളത്? ഇതൊക്കെ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടോ? ഇപ്പോൾ പാങ്ങോട് 88 വയസ്സുള്ള സ്ത്രീ മരിച്ചിരിക്കുന്നു. അവര് തലയ്ക്ക് അടിയേറ്റ് മരിച്ചു എന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി നമ്മളോട് പറയുന്നത്. മറ്റുള്ളവർക്കെല്ലാം ഈ സമാനമായ രീതിയിലുള്ള ആക്രമണം ഒരുപക്ഷെ വെട്ടുകൊണ്ടോ അതല്ലെങ്കിൽ തലയ്ക്ക് അടിയേറ്റോ ആണ് പരിക്കേറ്റിരിക്കുന്നത് എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഏതായാലും ഈ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. നിലവിൽ നമ്മൾ പോലീസ് ഓഫീസർമാരെ തന്നെ വിളിക്കുമ്പോൾ അവരെല്ലാം ഒരു പരിഭ്രാന്തരായ അവസ്ഥയാണ്. കാരണം അപ്രതീക്ഷിതമായ ഒരു വിവരമാണ് അവരുടെ മുന്നിലേക്ക് എത്തുന്നത്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെ SHO തന്നെ ഉടൻ തന്നെ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയെ വിളിച്ചു വരുത്തുകയായിരുന്നു ഈ യുവാവിന്റെ വെളിപ്പെടുത്തൽ കേട്ടിട്ട്. അപ്പോൾ ആ ആറ്റിങ്ങൽ ഡിവൈഎസ്പി കൂടി വന്ന് ഈ യുവാവിന്റെ മൊഴി എടുത്തതോടുകൂടിയാണ് കൂടുതൽ പരിഭ്രാന്തരായത്. അപ്പോൾ തന്നെ ഇയാൾ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോലീസിനെ, ഇത് പല പോലീസ് സ്റ്റേഷൻ അതിർത്തിയാണ്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയുണ്ട്, നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയുണ്ട്, പാങ്ങോട് കല്ലറ പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയുണ്ട്. അപ്പോൾ 3-4 പോലീസ് സ്റ്റേഷന്റെ അതിർത്തികളിലാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അവിടെയെല്ലാം പോലീസ് ഇപ്പോൾ എത്തി പരിശോധന നടത്തുകയാണ്. ഏതാണ്ട് 5 പേരുടെ മരണം അനൗദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്.